ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധു ബ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നോണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇടുക്കിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, എന്നാണെന്നറിയോ? മഴ അങ്ങ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ മഴയായിരിക്കും. തണുപ്പങ്ങ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ തണുപ്പായിരിക്കും. എനിക്ക് രാവിലെ എണീറ്റിട്ട് ഓടി നടന്ന് നമ്മൾ പണി ചെയ്യുകയാണെങ്കിൽ വലിയ തണുപ്പും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്ന് വലിയ ഭയങ്കരമായിട്ടുള്ള പണികളും കാര്യങ്ങളും ഒന്നും ഇല്ലേ. എന്തെങ്കിലുമൊക്കെ ഇച്ചിരി എന്തെങ്കിലും കുക്ക് ചെയ്താൽ മതി. അതിപ്പോൾ ചേട്ടായി വരുമ്പോഴത്തേനും ഒക്കെ ആണെങ്കിലും ഓക്കെ ആക്കിയാൽ മതി. അതുകൊണ്ട് നമുക്ക് ഇന്നലെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ തൂക്കുക, തുടയ്ക്കുക, അങ്ങോട്ട് മാറ്റുന്നു ഇങ്ങോട്ട് മാറ്റുന്ന ഭയങ്കര പണികളായിരുന്നു. അപ്പം നമ്മുടെ ശരീരം ചൂടാവും. ഈ ചുമ്മാ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ വെറുതെ ഇരിക്കുമ്പോൾ ഭയങ്കര തണുപ്പാണ് കേട്ടോ, സത്യം പറയാം. അപ്പോൾ കുറേ ഞാൻ അലഞ്ഞതാണ്, കുറേ കഷ്ടപ്പെട്ടതാണ്. എന്നാ പറയുന്നത്, ഒരു ദിവസം ഫുള്ളായിട്ട് എനിക്ക് കയറി കിടന്നൊന്ന് കട്ടിലേ കിടന്നൊന്ന് ഉറങ്ങണം, റെസ്റ്റ് എടുക്കണം, ഇങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. പക്ഷെ എനിക്കതൊന്നും അങ്ങനത്തെ എന്നാ പറയുന്നത് നമ്മുടെ അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്കും ഉണ്ട് ചിലതൊക്കെ പറയട്ടെ ഞാൻ. ഇപ്പം നിങ്ങളെല്ലാവരും ഒന്നടങ്കം പറയുന്നത് എനിക്ക് കേൾക്കാം. സിന്ധുമ്മ പറഞ്ഞോളൂ. പക്ഷെ സിന്ധുമ്മയുടെയും സുനിപ്പപ്പാടിയും സന്തോഷ കാര്യങ്ങളും വർത്തമാനങ്ങളും, സിന്ധുമ്മയുടെ വീട്ടിലെ വർത്തമാനങ്ങളും സന്തോഷങ്ങളും മതിയത്, അതല്ലേ നിങ്ങൾ പറയുന്നത്? എനിക്കറിയാം നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് ഞാൻ വായിച്ച് പഠിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ, എൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ എല്ലാവരുടെയും. കാരണം നമുക്ക് നമ്മുടെ സന്തോഷങ്ങൾ, നമ്മുടെ എന്താ പറയുക, ഒരു പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ വീഡിയോ കാണുന്നതെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളെ ആരെയും നിരുത്സാഹപ്പെടുത്തത്തില്ല കേട്ടോ. നമ്മളെന്നും ഇങ്ങനെ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് വരും. ഇന്ന് എന്തെങ്കിലും കുക്കിംഗ് വീഡിയോസ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞാൻ ഓർത്തു ഇങ്ങനെയെല്ലാം കുക്കിംഗ് വീഡിയോസ് അല്ലായിരുന്നു, തണുപ്പ് മടി, അപ്പോൾ കാലൊക്കെ തണുക്കുന്നുണ്ട്. അപ്പോൾ അനങ്ങാതെ ഇങ്ങനെ ഒരു സെറ്ററും ഒക്കെ ഇട്ടിട്ട് അനങ്ങാതെ കഥവൊക്കെ അടച്ചു വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് നിങ്ങളോട് കുറച്ച് സമയമൊക്കെ സംസാരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമുക്ക് നമ്മളോട് തന്നെ ഒരു എന്നാ പറയുന്നത്, സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ വേണമല്ലോ. നമുക്ക് നമ്മുടേതായ നമ്മളെ തന്നെ നമുക്കൊരു കാഴ്ചപ്പാട് വേണമല്ലോ, അല്ലേ? ശരിയല്ലേ? അപ്പം എനിക്ക് എന്നെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ, ഒരു തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ വഴിയിലൂടെ മാത്രമേ ഞാൻ പോവാറുള്ളൂ കേട്ടോ. കാരണം ഓരൊക്കെ എന്നെ ഉന്തിത്തള്ളി വേറെ മറ്റുള്ള വഴികളിലോട്ട് വീഴിക്കാൻ, ചാടിക്കാൻ, നിയന്ത്രിക്കാനൊക്കെ നോക്കിയാലും നടക്കുന്നില്ല. അങ്ങനെ ഒരു സ്വഭാവമായി പോയി എൻ്റേത്. അങ്ങനെ ആക്കി എടുത്തു ഞാൻ എന്നെ കേട്ടോ. അപ്പം നമ്മളെന്ത് നന്മകൾ ചെയ്താലും ചിലപ്പോൾ നമുക്ക് പരിഹാസങ്ങളും എന്നാ പറയുന്നത്, വിഷമത്തിൻ്റെ വാക്കുകളും വേദനകളും ഒക്കെ ചിലപ്പം കിട്ടും. അത് സ്വാഭാവികമാണ്. പൊതുജനം പല വിധമൊന്നും കേട്ടില്ലേ എന്ന് പറഞ്ഞവർക്ക് അറിയാത്തവരൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നതൊക്കെ കേട്ട് നമ്മളതൊന്നും കണ്ടതേ ചെവിക്കൊള്ളാനേ പോകത്തില്ല. നമ്മൾ നമ്മുടെ കാര്യങ്ങളും നോക്കി നമ്മൾ ചെയ്യേണ്ട പുണ്യകാര്യങ്ങൾ, നമുക്ക് മനസ്സിൽ ഒരു കുഞ്ഞു കാര്യമാണെങ്കിലും ചെയ്യുമ്പോൾ അത് ചെയ്താൽ ദൈവം എന്നോട് നിൽക്കും. അത് ചെയ്യുന്ന ഒരു നല്ല പുണ്യപ്രവൃത്തിയാണ്. അത് കണ്ട് മറ്റൊരു കുഞ്ഞുങ്ങൾക്കാണെങ്കിലും മറ്റൊരു മുതിർന്നവർക്കാണെങ്കിലും അതൊരു മാതൃകയാവും എന്നൊക്കെ തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ എന്തായാലും നന്നായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. പിന്നെ ഇന്നത്തെ എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എങ്ങനെയായിരുന്നു എന്ന് എന്നെക്കുറിച്ച് ഞാൻ നിങ്ങളോട് ചെറുതായിട്ടൊക്കെ എന്ന് പറയാം. കുഞ്ഞിലത്തെ മുതൽ പറയാം. ഞാൻ വീട്ടിലായിരുന്നെങ്കിൽ ഞങ്ങൾ 8 മക്കളല്ലേ, 8 മക്കളിൽ ഏറ്റവും വലിയ ചട്ടമ്പി ഞാനായിരുന്നു, സത്യമായിട്ട് പറയുക. ബാക്കി എല്ലാങ്ങളും പാവമായിരുന്നു, ഞാനായിരുന്നു ഏറ്റവും വലിയ വില്ലത്തി. എല്ലാ കുസൃതിത്തരത്തിനാണെങ്കിലും ചട്ടമ്പിത്തരത്തിനാണെങ്കിലും എല്ലാം കൂട്ടി നിൽക്കുന്ന വ്യക്തി ഞാനായിരുന്നു. ചെയ്യുന്നത് ഞാനായിരുന്നു. അപ്പം പറയുകയാണെങ്കിൽ കുറേ ഇന്ന് മൊത്തം ഇരുന്ന് പറഞ്ഞാലും തീരത്തില്ലാത്ത അത്രയും കാര്യങ്ങളുണ്ട് ഞങ്ങളുടെ കുഞ്ഞിലത്തെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കേട്ടോ. വീട്ടിലത്തെ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പച്ചക്കട്ടയൊക്കെ വെച്ചിട്ട്, അന്നൊന്നും സിമെൻറ്റ് കട്ടയല്ല, പച്ചക്കട്ടയൊക്കെ വെച്ച് നല്ല അത്യാവശ്യം നല്ല വീടായിരുന്നു കേട്ടോ. എൻ്റെ ചെറുപ്പത്തിലെ മുതൽ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീട്. ഒരു മുറിയോ 2 മുറിയോ ഇടയില്ലായ്മയും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. 1 2 3 മുറിയും അടുക്കളയും തിണ്ണയും ഉണ്ടായിരുന്ന ഒരു വീട്ടിലായിരുന്നു ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. ആദ്യം ഞങ്ങളുടെ വീട് പുല്ലിട്ട വീടായിരുന്നു, പുല്ല് മേയുന്ന വീടില്ലേ, അതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ പുല്ലെടുത്ത് കഴിഞ്ഞിട്ട് ഷീറ്റിട്ടു. ഒരു സൈസ് ഷീറ്റ് ഉണ്ടായിരുന്നു, ആ ഷീറ്റിട്ടു. അതും കഴിഞ്ഞിട്ട് ആണ് ഓടിട്ടത്. അങ്ങനെ ആ ഒരു വീട്ടിലാണ് ഞാനും ചാച്ചനും അമ്മയും ഞങ്ങൾ എൻ്റെ സഹോദരങ്ങളായ 7 മക്കളും കൂടെ താമസിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. ഒരു സ്വർഗം എന്ന് തന്നെ പറയാം കേട്ടോ ഞങ്ങളുടെ വീട്. സത്യം പറയുക, ഒരു സ്വർഗം എന്ന് തന്നെ പറയാം. താഴത്തെ വീട്ടിലെ പിള്ളേരാണെങ്കിലും അപ്പുറത്തെ വീട്ടിലെ ബിനോസ് ആണെങ്കിലും മുകളിലത്തെ വീട്ടിലെ പിള്ളേരാണെങ്കിലും എല്ലാവരും മിക്കവാറും നമ്മുടെ വീട്ടിലാണ്. കാരണം എന്നാണെന്നറിയാം, നമ്മുടെ വീട്ടിൽ ഒരു പുളിയും ഉണ്ട്, ഒരു ഫ്രാഷൻ ഫ്രൂട്ടും ഉണ്ട്. നിറച്ച് കായുമായിരിക്കും കേട്ടോ ഈ സീസണൊക്കെ ആകുമ്പോഴത്തേക്ക്. അന്നേരം പിന്നെ നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ കൂട്ടുകാരൊന്നും മാറത്തേ ഇല്ല, എല്ലാം കാണും കേട്ടോ നമ്മുടെ വീട്ടിൽ.
പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊന്നമാനില്ലേ, ഞാൻ സന്തോഷിനവിടെ നമ്മുടെ കിച്ചുകൂട്ടൻ്റെ ഇതിന് പോയപ്പോഴത്തേനും പൊന്നമാനെ കണ്ടില്ല. അപ്പം പൊന്നമാനാണ് എൻ്റെ അമ്മയുടെ ഏറ്റവും ഇളയ ആങ്ങള. അപ്പോൾ കുട്ടായും പൊന്നമാനും ഒക്കെ ആയിട്ട് വലിയ പ്രായ വ്യത്യാസം 1-2 വയസ്സിൻ്റെയൊക്കെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ പൊന്നമാവും കാണും മിക്കവാറും നമ്മുടെ വീട്ടിൽ. പിന്നെ ഏറ്റവും മൂത്ത അമ്മാവൻ്റെ മക്കളുണ്ട് കേട്ടോ, സുരേഷ് ചേട്ടായി കാണും, പിന്നെ മണിക്കുഞ്ഞാഞ്ഞാണ്. അങ്ങനെ കുറേ നമ്മുടെ അമ്മയുടെ ആങ്ങളമാരുടെയും അമ്മയുടെ അനിയത്തിമാരുടെ അവരുടെയിലൊക്കെ പിള്ളേർ സെറ്റൊക്കെ കാണും. എന്നിട്ട് ഞങ്ങളെല്ലാം കൂടെ ഉണ്ടല്ലോ പാട്ടും കൂത്തും മേളാങ്കവും ഒന്നും പറയണ്ട, നല്ല തകർപ്പും പരിപാടികളും നല്ല രസകരമായ. അതൊക്കെ ഇനി തിരിച്ചു കിട്ടത്തില്ലല്ലോ. സത്യം പറയാം, ജീവിതത്തിൽ തിരിച്ചു കിട്ടാത്ത ഒരു കാലമുണ്ട് നമുക്ക്. എന്നാണെന്നറിയോ, നമ്മുടെ കഴിഞ്ഞു പോയ കാലങ്ങളല്ലേ. അതിനകത്ത് ഏറ്റവും സുന്ദരമായിട്ടുള്ളത് ഏതാണെന്നറിയോ, നമ്മുടെ വിദ്യാഭ്യാസ സമയവും നമ്മുടെ അച്ഛനമ്മമാരുടെ കൂടെ നമ്മൾ കഴിഞ്ഞ കാലവും. അതിനോളം സുഖമുള്ള ഒരു കാലം ജീവിതത്തിൽ പിന്നെ നമ്മുടെ ആരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ദാമ്പത്യമൊക്കെ ആയിട്ടൊക്കെ പോയി മക്കളും ഭാര്യയും ഭർത്താവും ഒക്കെ ആകുമ്പോഴൊക്കെ അതൊരു വേറെ ലെവലാണ് അല്ലേ. നമ്മുടെ അച്ഛനമ്മമാരുടെ കൂടെ നമ്മുടെ കൂടപ്പുറങ്ങളുടെ കൂടെ ഉള്ള കളി, മറ്റേ എന്നാ പറഞ്ഞത്, ഓലയൊക്കെ കീറിയിട്ട ഓലപ്പന്തൊക്കെ ഉണ്ടാക്കി, ഓലയുടെ കണ്ണാടിയൊക്കെ വെച്ചുണ്ടാക്കി, നമ്മൾ പ്ലാവലയൊക്കെ കുത്തി ഇങ്ങനെ തൊപ്പിയൊക്കെ വെച്ച് കള്ളനും പോലീസും കളി. എന്നിട്ട് ഈ ചീട്ടുകളി എന്ന് വെച്ചാൽ പൈസ എന്ന് വെച്ചാൽ കേട്ടോ, ഇങ്ങനെ കാട് ഇങ്ങനെ ഇട്ടിട്ട് ചെവിയിൽ ഇങ്ങനെ കുണുക്കൊക്കെ ഇട്ടിട്ട് മച്ചിങ്ങയൊക്കെ എടുത്ത് കുണുക്കൊക്കെ ഇടും, തോക്കുന്നേരം കഴുത കളി. എനിക്ക് എന്ന് വേണ്ട എന്തൊക്കെ നല്ല നല്ല രസകരമായിട്ടുള്ള ഓർമ്മകൾ ഓർക്കണമെങ്കിൽ ഏത് കാലമാണ് നമ്മുടെ നല്ല കാലം? നമ്മുടെ എല്ലാവരുടെയും കാലം കുട്ടിക്കാലമാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാലം അല്ലേ. എനിക്ക് ഓർക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ, പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഉള്ളിൽ ഭയങ്കര നിറഞ്ഞൊരു സന്തോഷമാണ്. പിന്നെ എല്ലാ കൂടപ്പുറപ്പുകളെ പറ്റിയും പറയാനാണെങ്കിലുണ്ടല്ലോ, ഓരോ കൂടപ്പുറപ്പുകൾക്കും ഓരോ ഇതാണ് ഞങ്ങളുടെ വീട്ടിലുള്ളത്. ഇപ്പോൾ ഉഷേച്ചിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഉഷേച്ചിയല്ല ഏറ്റവും മൂത്ത്, ഉഷേച്ചിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഉഷേച്ചി പിന്നെ കുഞ്ഞിലെ തന്നെ തയ്യൽ പഠിച്ചു കേട്ടോ. ഞാൻ ഈയിടെ പറഞ്ഞില്ലേ നമ്മുടെ ചാച്ചക്കട ഞാൻ പോയിട്ടില്ലായിരുന്നോ, ഞാൻ നിന്ന കടയാന്ന് പറഞ്ഞാൽ അവിടുത്തെ ലീലാമ്മ ചേച്ചിയുടെ അടുത്ത് പോയാണ് ഉഷേച്ചി തയ്യൽ പഠിച്ചത്. ഉഷേച്ചി തയ്യൽ പഠിച്ച് കഴിഞ്ഞപ്പോൾ തുടങ്ങി ഉഷേച്ചിയുടെ പരിപാടി എന്താണെന്നറിയോ, അമ്മയുടെ സാരിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വെട്ടി ഞങ്ങൾക്ക് ബാക്കിയുള്ള അനിയത്തിമാർക്ക് കുഞ്ഞുടുപ്പുകൾ, കുഞ്ഞു പട്ടുപാവാടയും ബ്ലൗസുകൾ, പെറ്റിക്കോട്ടുകൾ അതൊക്കെ തയ്ച്ച് തന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നടത്തിക്കും ഞങ്ങളെ. ഉരുണ്ടുകൊണ്ട് ഞങ്ങൾ നടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നിട്ട് തലമുടിയെല്ലാം ഇങ്ങനെ 2 വയസ്സും കൂടി ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ. തലമുടിയൊക്കെ കെട്ടി വെച്ച് പിന്നെ അന്നൊന്നും നമുക്കിങ്ങനെ ഒരുങ്ങാനുള്ള ഒത്തിരി ഓവർ സാധനങ്ങളൊന്നുമില്ല. കന്മഷിയും കൊണ്ട് കണ്ണുമൊക്കെ എഴുതി പൊട്ടുമൊക്കെ തൊട്ട് വിരിയൊക്കെ വരച്ച് നല്ല കുടുക്ക കുഞ്ഞുങ്ങളെ പോണൊക്കെ ഞങ്ങളെ നോക്കുമായിരുന്നു. ഉഷേച്ചിട്ട് വരുന്നത് സത്യം പറഞ്ഞാൽ. കുട്ടായി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടായി ഓരോ കളറായിരുന്നു കേട്ടോ. കുട്ടായി എന്നെ വന്ന് ഇടിക്കും ഇത് കാണുമ്പോൾ. കുട്ടായി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കുട്ടായി ഭയങ്കര വീറും വൃത്തിയും വെടുപ്പും കാര്യങ്ങളൊക്കെയാണ്. പാരകൻ്റെ വള്ളിച്ചെരുപ്പേ എടുത്തോളൂ. പാരകൻ്റെ വള്ളിച്ചെരുപ്പ് വെള്ള കളറ്. എന്നിട്ടുണ്ടല്ലോ തേച്ച് ചെരുപ്പിൻ്റെ വള്ളിയും സൈഡൊക്കെ ഒന്ന് കണ്ടാണ്ടല്ലോ മീനാന്നിരിക്കും. 4 കലം വെള്ളത്തിലെ ആശാൻ കുളിക്കത്തുള്ളൂ. അത് കുഞ്ഞിക്കലമൊന്നുമല്ല, നല്ല പറമോണ്ടം വലിയ കാലത്തിന് അത് 4 കലം വെള്ളത്തിനകത്തേ കുളിക്കത്തുള്ളൂ. ഞാനും സന്തോഷവും ചാന്തക്കുഞ്ഞേച്ചിയും ഒക്കെ കോരിക്കൊണ്ട് വെക്കണം. സാറ് കോരാനൊന്നും പോകത്തില്ല, സാറ് മൈസൂരായിട്ടാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലെ മൂത്തതല്ലേ, അതിന് ആങ്ങളയല്ലേ. അങ്ങനെയുള്ള ഒരു പരിഗണന. പിന്നെ കാണാനും ഞങ്ങളുടെ കൂട്ടത്തിൽ ഇച്ചിരിയും കൂടെ എല്ലാവരിലും ഒരു ശകലം ചുണ്ടൊക്കെ ചുമന്ന ഒരു ശകലം സുന്ദരനായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇച്ചിരിയായിരുന്നു. അതായിരുന്നു കുട്ടായിയുടെ പരിപാടി. എന്നിട്ട് ഈ വെള്ളമൊക്കെ എടുത്ത് വെച്ച് കുളിച്ച് വലിയ മൈസൂരായിട്ട് കളിച്ച് അങ്ങനെയായിരുന്നു കുട്ടായുടെ പരിപാടി. ഞങ്ങളെല്ലാവരും മുൾമുനെ നിർത്തുമായിരുന്നു കേട്ടോ. പിന്നെ അത് മേടിച്ച് തരാം ഇത് മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് കോരിക്കും വെള്ളം. എന്നിട്ട് ആര് കിടന്നിടത്ത് കൂടെ പോലും കാണുന്നില്ല. മിക്കവാറും കുട്ടായി എന്തോ നാളെ വരാൻ ചാൻസ് ഉണ്ട് ഈ വീഡിയോ കാണുമ്പോൾ. എന്തായാലും പിന്നെ അതായിരുന്നു കുട്ടായി. മോനായി എന്ന് വെച്ച് കഴിഞ്ഞാൽ മോനായിട്ട് ഒരു ശാന്തമായ ഒരു സ്വഭാവമായിരുന്നു. എന്നാൽ കലി കയറിയ അവനോളം കലി ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും ഇല്ലായിരുന്നു. അവന് ദേഷ്യം കയറി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അത് ഇപ്പോൾ തമാശക്കാണെങ്കിലും അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അവൻ ഒരു അറിവായപ്പം മുതൽ നമുക്ക് കുട്ടായിയൊക്കെ അതെ കുട്ടായി അറിവായപ്പം മുതൽ നമ്മുടെ കുടുംബം സംരക്ഷിക്കാനും പറക്കാനൊക്കെ തുടങ്ങി. എന്നാലും മോനായി എന്ന് വെച്ച് കഴിഞ്ഞാൽ മോനായി വേറൊരു രീതിയായിരുന്നു. ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. പിന്നെ ഞാൻ പ്രസവിച്ച് കിടക്കുക കേട്ടോ. ആദ്യത്തെ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ച് വീട്ടിൽ കിടന്നപ്പോഴത്തേനും അന്ന് ഗിരിജയും മോനായിയാണ് തറവാട്ടിലുള്ളത്. കുട്ടായും മുളമയൊക്കെ താമസം മാറി ചേച്ചീനെയും ചാന്തക്കൊച്ചിനെയും കെട്ടിച്ചു വിട്ടു. മോനയുടെ കല്യാണം കഴിഞ്ഞ് ഒത്തിരി നാളൊന്നും ആയില്ല ഇടയാണ്. അപ്പോൾ മോനായി ഒരു ദിവസം വൈകിട്ട് ഈ കുഞ്ഞുങ്ങളോട് കൊച്ചുമായിട്ട് ഞാനേറ്റെങ്കിൽ അടുത്ത മുറിയിലാണ് കേട്ടോ കിടക്കുന്നത്. അപ്പോൾ മോനായി രാത്രിയിൽ സാധനങ്ങളും ഒക്കെ ആയിട്ട് ഒരു ചോക്ക് പ്ലാസ്റ്റിക്കാക്കി സാധനമൊക്കെ ആയിട്ട് വന്നു.
അതിനകത്ത് ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. പരിപ്പ്, പയറ്, ഉഴുന്ന്, കടല, പിന്നെ അരി, എണ്ണ, അങ്ങനെ എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. അതിനകത്ത് എനിക്ക് പെങ്ങൾക്ക് വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ട പാൽവെണ്ണും ഉണ്ട് കേട്ടോ, മുട്ട ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് തിന്നാൻ വെച്ചു. അപ്പോൾ ഉണ്ടല്ലോ, ഇവൻ തന്നെ മോനായതിനെ ഒരു ചെറിയൊരു പന്നിക്കൂട് ഉണ്ടാക്കിയിട്ട് ഒരു പന്നീനെ മേടിച്ച് നമ്മുടെ വീടിൻ്റെ അപ്പുറത്തിട്ടിട്ടുണ്ടായിരുന്നു. ഈ പന്നി തന്നെ ചെയ്ത് ഈ കയ്യാൽ ചാടി പോവോ അവർക്ക് എന്നാണ്ട് ചെയ്തിട്ട് ഈ കെട്ട് ചാടി പോവും അങ്ങോട്ട് ചെയ്തിട്ട് അമ്മയും ഈ പിള്ളേരെല്ലാം ഈ പന്നിയുടെ പുറകെ നടക്കുമായിരുന്നു കൂട്ടിക്കയറ്റാൻ വേണ്ടി സന്ധ്യ വരെ. എന്നിട്ട് സന്ധ്യ ആയപ്പോഴത്തേനുമാണ് കഞ്ഞി വെക്കാനും കറി വെക്കാനും ഒക്കെ അമ്മ അടുക്കളയിലോട്ട് പോയി, ഗിരിജ അടുക്കളയിലോട്ട് പോയി. പിന്നെ കുഞ്ഞുങ്ങൾ അമ്പിളി ആശയിരുന്ന് പഠിക്കുന്നു പറക്കുന്നു അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുക. സന്തോഷ് എനിക്ക് തോന്നുന്നു അന്ന് ഇത് കൂട്ട് പഠിക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ, വണ്ടിപ്പണി പഠിക്കുവാന്ന് തോന്നുന്നു. അവനും അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഇവൻ കൊണ്ടുവന്ന് തിണ്ണ സാധനം വെച്ചു. എന്നിട്ട് ഇവൻ ബാത്റൂമിലോട്ടെങ്ങാണ്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോഴും ഈ തിണ്ണ ഈ സാധനം ഇരിക്കും. ഇവനിത് ഇഷ്ടപ്പെട്ടില്ല മോനേക്ക്. അതവന് ഇന്നാണ് നമുക്ക് സ്കൂട്ടിയുണ്ട്, ഓട്ടോയുണ്ട്, വിളിച്ചിങ്ങ് വന്നാൽ മതി. അതങ്ങനെയല്ല, നമ്മുടെ ഉപ്പുതറ ടൗണിൽ നിന്ന് അത് അവിടെ വരെ ചുമന്നോണ്ട് വരുമോ ചെയ്തത്. എന്നിട്ട് ഇവനങ്ങ് ദേഷ്യം വന്നു. ഇവനെന്നറിയോ, ഞാനന്നേരം ഏറ്റവും ഇങ്ങനെ ചെല്ലുന്ന ഇങ്ങനെ അറ്റത്തൊരു മുറി, കുട്ടായുടെ കല്യാണം ആയപ്പോഴത്തേനും കുട്ടായി ഇപ്പുറത്തെ ഏറ്റവും സൈഡിൽ ഈ 3 മുറി കൂടാതെ ഒരു റൂം പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടായി. അപ്പോൾ ആ മുറിക്കകത്താണ് ഞങ്ങൾ പിന്നീട് കല്യാണം കഴിഞ്ഞവരെല്ലാം മുറി അതായിരുന്നു. അപ്പം ആ മുറിക്കകത്ത് ഞാൻ പ്രസവിച്ച് കിടക്കാം. അപ്പം ഭയങ്കര സൗണ്ടും ബഹളവും കേട്ടുകൊണ്ട് ഞാൻ പതിയെ ഈ കൊച്ചിനെ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ, അരി, ഉഴുന്നും പയറും ഇതെല്ലാം മിക്സായിട്ട് മുറിക്കകത്ത് കിടപ്പുണ്ട്. എന്നാന്ന് വെച്ചാൽ ഇവന് ദേഷ്യം വന്നിട്ട് ഇവൻ അതെല്ലാം എടുത്ത് താഴെയിട്ട് പൊട്ടിച്ചു. മുട്ടയൊക്കെ നല്ല തകിടം പറിഞ്ഞ് കിടപ്പുണ്ട്. എനിക്ക് എന്നിട്ട് ചിരിയും വരുന്നുണ്ട്, സങ്കടം വരുന്നുണ്ട് കേട്ടോ. ഇപ്പം അത് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞു അവൻ്റെ ആത്മാവ് സ്വർഗത്തിൽ നിന്നൊക്കെ ഇത് കേൾക്കുമായിരിക്കും ചിലപ്പം. എന്നിട്ട് അമ്മ ഓടിപ്പാഞ്ഞു വന്നപ്പോഴത്തേനും ഇതെല്ലാം നിരത്തിയിട്ടുണ്ട്. ഗിരിജു ചോദിച്ചു, ഇത് എന്നാ നിങ്ങൾ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ, ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ വലിച്ചുകൊണ്ട് കൊണ്ട് വെച്ച സാധനം നിങ്ങൾക്ക് ഇതുവരെ എടുത്ത് അകത്ത് വെക്കാൻ പറ്റിയില്ലെന്ന്. അപ്പം നല്ലവനാണോ എന്ന് ചോദിച്ചാൽ നല്ലവനാണ്. അത് ദേഷ്യം വന്നാൽ ഭയങ്കര ദേഷ്യമായിരുന്നു. അതായിരുന്നു മോനായി കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസമേ എനിക്ക് അതിന് ചിരി ഇപ്പോഴും ഓർമ്മ വരും. പിറ്റേ ദിവസം ഗിരിജയെ അമ്മ അമ്പിളി കൂടി ഇരുന്ന് എന്നെ ചെയ്യാന്നറിയാം, കടല പുറത്തിനകത്തെല്ലാം മാറി, കടല വേറെ, പയറ് വേറെ, ഗ്രീൻ ബീൻസ് വേറെ, എല്ലാം വേറെ ആക്കുക. ഓരോന്നിരുന്ന് പിറക്കണക്കി വന്നേ 1/2 കിലോ 1 കിലോ വെച്ച് മേടിച്ചുകൊണ്ട് വന്ന സാധനം. എന്നിട്ടെല്ലാം അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തു. അപ്പം ഒരു കാര്യമല്ലായിരുന്നു ഉള്ളൂ, അത് കൊണ്ടുവച്ച് എന്നാലും തന്നെ എടുത്ത് വെച്ചിരുന്നെങ്കിൽ ഈ ഇത്രയും പ്രശ്നം വരുമായിരുന്നു. ഇങ്ങനെ നിരന്ന് ഇപ്പം ഈ പണി കിട്ടുമായിരുന്നോ അത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഇരിപ്പ് ഞാൻ തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ഞാൻ ഇതൊക്കെ ചിന്തിക്കും കേട്ടോ, എൻ്റെ ദൈവം പഴയ കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് ശരിക്കും ചില സമയത്ത് ചിരിയും വരും, ചില സമയത്ത് എന്നാൽ ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ വിഷമവും വരും. ഇപ്പം മോനോടെ കാര്യം ഓർത്തപ്പം സങ്കടം, ഉള്ളിൽ അറിയേണ്ട ഒരു വിഷമവും വരും. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. അപ്പോൾ ആരുടെയൊക്കെ പറഞ്ഞു, ഉഷേച്ചിയുടെ പറഞ്ഞു, കുട്ടായിയുടെ പറഞ്ഞു, അയ്യോ ശാന്തകുഞ്ചിനെ പറയാൻ വിട്ടു, മോനായുടെ പറഞ്ഞു. അടുത്തത് ശാന്തകുഞ്ചി കേട്ടോ. ശാന്തകുഞ്ചി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശാന്തകുഞ്ചിയുടെ കാര്യം പറയണേ എന്നാ പറയാനുള്ളത്. ശാന്തകുഞ്ചി ആൾ പാവമാണോ എന്ന് ചോദിച്ചാൽ ആൾ പാവമൊക്കെയാണ്. പക്ഷെ ഞങ്ങൾ എന്നേലും തെറ്റ് ചെയ്താൽ ഉഷേച്ചിയുടെ കുഞ്ഞു വെച്ച് കൊടുക്കുമല്ലോ, പോത്തക്കൈ വെച്ച് നല്ല പെട്ടക്കിട്ട് തരും കേട്ടോ. നല്ല കീറ് തരുമായിരുന്നു. എനിക്കിട്ടും സന്തോഷിട്ടും നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. അമ്പിളിക്കൊന്നും ആശിക്കിട്ടും കൊടുത്തിട്ടുണ്ടോയെന്നോ എനിക്കറിയത്തില്ല. ശാന്തകുഞ്ചിക്കും പെട്ടെന്ന് ദേഷ്യം വരുമായിരുന്നു കേട്ടോ, ഭയങ്കരമായിട്ട് ദേഷ്യം. പക്ഷേ ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പാവം ശാന്തകുഞ്ചിയായി മാറിയത് സത്യം ഞാൻ പറയാം. പക്ഷേ ഇപ്പോഴും ഉണ്ടല്ലോ ശാന്തകുഞ്ചിക്ക് 2 ആൺപിള്ളേരാണ് ഉള്ളത് കേട്ടോ. ഈ കടാമുട്ടന്മാർ പിള്ളേരായി ഇപ്പോഴും കനി വന്നു കഴിഞ്ഞാൽ വെച്ച് കീറിക്കളയും. മടലെങ്കിൽ മടല്. ഒരു പെങ്കൊച്ച് ഉണ്ണിമോൻ ഒരു മോളെ കെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആ കൊച്ചിനോടും അതെ, അവന്മാരോട് എങ്ങനെയാണോ അതേപോലെ തന്നെ അതിനോടും പറയും. പക്ഷെ ഒരു പ്രശ്നവും ഇല്ല, നല്ല സ്നേഹത്തോടെ എൻ്റെ ദൈവമേ കണ്ണ് കെട്ടാണ്ടിരിക്കട്ടെ എൻ്റെ മാതാവേ. അപ്പോൾ അങ്ങനെയാണ് ശാന്തകുഞ്ചിയുടെ ഒരു സ്വഭാവം. എന്നാൽ എല്ലാം നല്ല ഒരുക്കി പറക്കി തന്നെ. ഞാൻ ശാന്തകുഞ്ചിനോട് മാത്രമേ കിടക്കത്തുള്ളായിരുന്നു കേട്ടോ. ഒരുമാതിരി ഇതായപ്പം മുതൽ ഞാനും ശാന്തകുഞ്ചിയുടെ ആയിരുന്നു കിടക്കുന്നത്. ശാന്തകുഞ്ചിയുടെ കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്കായിരുന്നു ഏറ്റവും വലിയ സങ്കടം, ഏറ്റവും വിഷമം എനിക്കായിരുന്നു. കാരണം ഞാൻ തന്നെ കിടക്കണ്ടേ, അതും ഒരു ജനലൊക്കെ ഉള്ള ഒരു റൂമാണ്. ഞാൻ ജനലിൻ്റെ സൈഡിലാണ് കിടക്കുന്നത്. ചേച്ചി എന്നെ പൊത്തിപ്പിടിച്ച് കിടക്കുമായിരുന്നു അങ്ങനെ. അപ്പോൾ അതൊക്കെ ഓർമ്മ ഒരു ഭയങ്കര ഒരു ഫീലല്ലേ. എനിക്കറിയത്തില്ല, എൻ്റെ മനസ്സിനകത്ത് അന്നത്തെ ഈ ഓർമ്മയാണ് വരുന്നത്. പിന്നെ പിണങ്ങി ഇരുന്ന് ശാന്തകുഞ്ചിയായിട്ട് വഴക്കിട്ടതിന് എന്തിനാണെന്നറിയോ,
ഒരു ദിവസം ഞങ്ങളോട് എന്നോട് പറഞ്ഞിട്ട് മൈലാഞ്ചി അരച്ചു. മൈലാഞ്ചി അന്ന് ക്യൂടെക്സ് ഒന്നും അമ്മ മേടിച്ച് തരത്തില്ല. ഞാൻ ഒരു ചിരിച്ച് ചിരിച്ച് കണ്ടു നിറഞ്ഞു. പിന്നെ അമ്മ മേടിച്ച് തരത്തില്ല ഞാൻ ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂടെക്സാണ്. കാരണം അമ്മയ്ക്ക് ക്യൂടെക്സിൻ്റെ മണം ഛർദ്ദിക്കാൻ വരും. അതുകൊണ്ട് അമ്മ ക്യൂടെക്സ് മേടിച്ച് തരത്തില്ല. എന്നിട്ട് ചാണക്കുച്ചി മൈലാഞ്ചി അരച്ചു, അരകല്ലെ കൊണ്ടുവച്ചു. അമ്മയ്ക്ക് ഭയങ്കര വെറുപ്പുള്ള കാര്യമാണ് ഈ അരകല്ലെ കൊണ്ടുവച്ച് മൈലാഞ്ചിയൊക്കെ അരയ്ക്കുന്നത്. എന്നിട്ട് മൈലാഞ്ചിയൊക്കെ അരച്ചു. എന്നിട്ട് ഞങ്ങൾക്ക് എല്ലാം തരാമെന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് വെള്ളമൊക്കെ കോരിച്ച് ചാണക്കുച്ചി അരക്കട്ടെ, ഇത് ഇത്രയും അരച്ചു ഉരുട്ടിയെടുത്ത്. എന്നിട്ട് ഞാൻ സന്തോഷമൊക്കെ വെള്ളം കോരി. ലാസ്റ്റ് ശാന്തക്കൊച്ചി ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ കയ്യിലെല്ലാം കയ്യിലും എല്ലാം ഡിസൈൻ ഇടിപ്പിച്ചു കഴിഞ്ഞ് ഞങ്ങൾക്ക് തരത്തില്ല. എന്നാണോ എന്തോ ഞാൻ വഴക്കുണ്ടാക്കിയിട്ടേ ഞാനെന്തോ ചെറുത് കാണിച്ചിട്ടാണ് തരാത്തത്. അതെന്നാന്ന് ഞാൻ മറന്നുപോയി. നമ്മുടെ നമ്മൾ മറന്നു പോകുമല്ലോ. എന്നിട്ട് തന്നില്ല. അതിന് ഞങ്ങളെല്ലാവരും ഞാൻ ഇറങ്ങി ചെല്ലുന്ന അവിടെ ഒരു ചാമ്പ ഉണ്ടായിരുന്നു, ഒരു കാപ്പി ഉണ്ടായിരുന്നു. അതിൻ്റെ ചോട്ടിൽ പോയി നമ്മ വരാറയപ്പോൾ കയറിക്കൊണ്ടിരുന്ന് അങ്ങനെ ഞങ്ങളെല്ലാവരും കരഞ്ഞുകൊണ്ടിരുന്നു. ശാന്തക്കൊച്ചി കൈയൊക്കെ ഇങ്ങനെ വെച്ച് ഇരിക്കുക. അമ്മ വരുമ്പോൾ മൈലാഞ്ചി ആക്കിയിട്ടിട്ട് അമ്മ ഇറങ്ങി വന്നപ്പോഴത്തേന് ആദ്യമേ എന്നെ അടിയിൽ ചോദിച്ചു, ശാന്തക്കുഞ്ഞേച്ചി മൈലാഞ്ചി അരച്ചിട്ട് തന്നില്ലെന്ന് പറഞ്ഞു. അപ്പുറത്തോട്ട് ചെയ്തപ്പോൾ സന്തോഷം, അതിൻ്റെ അപ്പുറത്തോട്ട് ചെയ്തപ്പോൾ അമ്പിളി. എല്ലാവരും ഇങ്ങനെ പരാതി പറഞ്ഞിരിക്കുക. ഒന്നും അടിച്ചില്ല. അമ്മ അവിടെ ഒരു മടലാണ് കിടന്നത്. മടലെടുത്ത് ശാന്തക്കുഞ്ഞിക്കിട്ടിട്ട് 4 കൊടുത്തു. എന്നിട്ട് എല്ലാത്തിനും തന്നു. ആഷിക്കിട്ട് ഒഴിച്ച് ഞങ്ങൾക്കിട്ട് എല്ലാത്തിനും തന്നു അന്നത്തെ ദേഷ്യത്തിന്. അല്ലാണ്ട് അമ്മ ഞങ്ങളെ അങ്ങനെ അടിച്ച ഒരു ഓർമ്മയില്ല കേട്ടോ. ആ മൈലാഞ്ചി ഞങ്ങളിപ്പോഴും ഞങ്ങളെല്ലാവരും കൂടെ കൂടുമ്പോൾ പറയും കേട്ടോ, പറയുന്ന ഒരു കഥയാണിത്. അപ്പം അങ്ങനെയാണ് ശാന്തക്കുഞ്ഞേച്ചിയുടെ കാര്യങ്ങളൊക്കെ. എന്നാലും ജീവനായിരുന്നു കേട്ടോ. ഒരു പരിധി വരെ പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. ആളുടെ മരിച്ചു കഴിഞ്ഞപ്പോഴേ എനിക്ക് നമ്മൾ കുഞ്ഞു പ്രായത്തിലത്തെ കാര്യങ്ങളല്ലോ. ഇപ്പോൾ ഒരു കുഞ്ഞു പ്രായത്തിൽ ഞാനൊരു തെറ്റ് കാണിച്ചാൽ അവർക്ക് അടിക്കാൻ ബാധ്യസ്ഥരാണ്, അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷെ അന്നത്തെ നമ്മുടെ ആ പ്രായത്തിനകത്ത് നമുക്ക് എല്ലാ തെറ്റും കുറ്റമായിട്ടേ തോന്നുള്ളൂ. നമുക്കിഷ്ടം തോന്നത്തില്ല, ദേഷ്യം തോന്നും. പക്ഷേ ഒരു വിഷമ സമയത്ത്, ഒരു വേദന സമയത്ത്, ഞാൻ ഒറ്റപ്പെട്ട സമയത്തൊക്കെ ആണ് ഇവരുടെയൊക്കെ ഓരോരുത്തരുടെ സ്നേഹവും കരുതലും കാര്യം മനസ്സിലായത് കേട്ടോ. ഓരോ പ്രാവശ്യം ചെല്ലുമ്പോൾ എനിക്ക് പുതിയത് മേടിച്ച് വെക്കുകയും എൻ്റെ ഉപ്പര വരുമാനം അന്നൊക്കെ 10 100 ഒക്കെ ആയിരിക്കും. അതൊക്കെ കൈ തന്നിട്ട് പിള്ളേർക്ക് അത് മേടിച്ചുകൊണ്ട് കൊടുക്കുക, ഇത് മേടിച്ചുകൊണ്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ പറയുക. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്ന ദൈവമേ അന്നത്തെ അടിച്ചൊക്കെ നമ്മളെ നല്ലതാക്കാനാണ്. അപ്പോൾ അതായിരുന്നു ശാന്തക്കുഞ്ഞേച്ചി. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഞാനായിരുന്നു ഏറ്റവും വില്ലത്തി. സത്യം ഞാൻ പറയാം, ഇവരെല്ലാം പാവങ്ങളായിരുന്നു കേട്ടോ. ഏറ്റവും ചട്ടമ്പി എന്ന് പറഞ്ഞാൽ ഞാനായിരുന്നു. കുഞ്ഞിലെ ഓരോ കുസൃതിത്തരങ്ങളും കാണിക്കാനായിട്ട് എന്നെല്ലാം കുസൃതിത്തരം ഒപ്പിക്കാവോ അതെല്ലാം ഞാൻ ഒപ്പിച്ച് നോക്കുമായിരുന്നു. അങ്ങനത്തെ ഒരു സാധനമായിരുന്നു ഞാൻ. പാവമാണോ എന്ന് ചോദിച്ചാൽ പാവമൊക്കെയാണ് എന്നാലും. പക്ഷേ ഇപ്പോഴേ ഈ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ കടയിൽ നിൽക്കുമോ, തുണിക്കടയിലെ, അപ്പോഴത്തേനും എന്നോട് പഠിച്ചൊരു ചെറുക്കനുണ്ട് കേട്ടോ. അവനെ കുട്ടൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവൻ കയറി വന്നിട്ട് ചോദിച്ചു, എൻ്റെ പൊന്നെ, കടയിലെ കൊച്ചിനോട് പറഞ്ഞു കൊടുക്കും, എൻ്റെ പൊന്നെ ഇവള് എന്നോ സാധനം വരുന്നറിയോ, ഇവള് ഭയങ്കര ചട്ടമ്പിയായിരുന്നു, ഇവളൊക്കെ എത്ര അടി അങ്ങോട്ട് കിട്ടിപ്പിച്ചിട്ടുണ്ടെന്നറിയോ, ദുഷ്ടത്തിയായിരുന്നു, അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു. ഇപ്പം എങ്ങനെ ഒതുങ്ങിപ്പോയി, ഇവിടെ എന്താ പാവമായിപ്പോയത് കേട്ടോ. അതായത് ഞാനിത് ചിരിച്ചേ, സത്യം പറയടി, നീ എങ്ങനാടി ഇങ്ങനെ ഒതുങ്ങിപ്പോയത്, നീ എങ്ങനാടി ഇങ്ങനെ പാവമായത്. നമുക്ക് ഓരോ നമ്മുടെ ജീവിതത്തിലും എന്നാ പറയുന്നത്, നമ്മൾ ഓരോ അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിലെ പാഠമാണ് കേട്ടോ. സത്യം പറയാം, ഓരോ കുഞ്ഞു കാര്യങ്ങൾ ഓരോ മനുഷ്യരിൽ നിന്നാണേലും, ഓരോ വായനയിൽ നിന്നാണേലും, ഓരോ ന്യൂസ് കാണുമ്പോഴൊക്കെ ആണേലും നമ്മൾ അത് മനസ്സിൽ ഉൾക്കൊണ്ടാണ് കറക്റ്റായിട്ട് കേൾക്കുക, ചെയ്യുക, കാണുക ഒക്കെ ചെയ്യുന്നെങ്കിലുണ്ടല്ലോ നമുക്ക് ഓരോ പാഠങ്ങളുണ്ട്. എൻ്റെ ജീവിതത്തിനകത്തെ പാഠങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സത്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയായിരുന്നു ഞാൻ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷം വെറും പാവമായിരുന്നു കേട്ടോ. വെറും പാവമായിരുന്നു. അവൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർ എന്നാ പറയുന്നത്, ഒരു പരിധി വരെ എല്ലാവരുടെയും കുഞ്ഞുങ്ങളെ ആണെങ്കിലും മൂത്തോട്ടെ അങ്ങനെയൊക്കെ പൊന്നുമുടക്ക് നോക്കുകയും പറക്കുകയും എല്ലാവരെയും ഇഷ്ടവും കാര്യങ്ങളും ഒരു പ്രത്യേക ഒരു ശാന്ത സ്വഭാവമായിരുന്നു സന്തോഷിന്. ഒരു പരിധി വരെ പറഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ഏറ്റവും കൂടുതൽ പലഹാരവും പൊതിയും. അന്ന് അവൻ കുടുംബത്താണ്. ഒരാളുടെ കഴിഞ്ഞപ്പോഴൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ കുറച്ച് നാൾ നിന്നായിരുന്നു. അപ്പോൾ ഇവനായിരുന്നു കേട്ടോ പൊതി കൊണ്ടുവന്ന് വെച്ചിട്ട് അവന് കിട്ടുന്ന അന്ന് 50 രൂപയോ 40 രൂപയും കൊണ്ട് അവന് കിട്ടത്തുള്ളൂ. വണ്ടിപ്പണി പഠിക്കും അവൻ. പഠിക്കുന്ന തന്നിട്ട് അവൻ അതിൽ നിന്ന് മേടിച്ച് എൻ്റെ 2 മക്കൾക്കുള്ള പൊതി കൊണ്ട് മേശ വെച്ചിട്ട് അവൻ രാത്രി കിടന്ന് ഉറങ്ങത്തുള്ളായിരുന്നു. അങ്ങനെയായിരുന്നു അവൻ സന്തോഷം. പിന്നെ അമ്പിളി ആശയെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളല്ലേ, അവർ തുള്ളിച്ചാടി കളിച്ച് നടക്കുന്ന ഒരു ഇതൊക്കെയായിരുന്നു അങ്ങനെ അവർ. അപ്പോൾ അങ്ങനെ
അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഇത്. പക്ഷേ എന്നെ കെട്ടിച്ചൊക്കെ വിട്ട് കഴിഞ്ഞ് കുറേ നാളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞാൻ അങ്ങനെ ഒറ്റപ്പെട്ടൊക്കെ ജീവിച്ചപ്പോഴൊക്കെ ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുമായിരുന്നു, എൻ്റെ ദൈവമേ എനിക്ക് ഒരു ദിവസം പകലും രാത്രി ഫുള്ളൊന്ന് കിടന്ന് ഉറങ്ങണം, പറ്റുമോ എന്നൊക്കെ. പക്ഷേ ഒത്തിരി എന്നാ വെളുപ്പിന് 4 മണിക്ക് എണീക്കേണ്ട അവസ്ഥകളും, ഇപ്പം ഗൾഫിലൊക്കെ ആണെങ്കിലും പോയപ്പോഴൊക്കെ ആണെങ്കിലും 4 മണിക്ക് എണീറ്റ് നമ്മൾ നമ്മുടെ പണികൾ ചെയ്താലേ ആ സമയത്ത് കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വീട്ടിലായിരുന്നപ്പോഴും ആറ്റുകാർ വീട്ടിലായിരുന്നപ്പോഴും ഒക്കെ ആണെങ്കിലും നമുക്ക് വെളുപ്പിനെ എണീറ്റെങ്കിലേ നമ്മുടെ കാര്യങ്ങളും ചെയ്തിട്ട് നമുക്ക് വല്ലയിടത്തും പണിക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോഴൊക്കെ നമ്മുടെ ഉറക്കത്തിൻ്റെ ഏറ്റവും നല്ല സമയമാണ് ഒരു 3 മണി കഴിഞ്ഞ് അല്ലേ, നല്ല സമയമാണ് 3 മണി തൊട്ട് ഒരു 6 മണി വരെ വെളുപ്പിനെ ആരും ശല്യം ചെയ്യാതെ വിളിക്കാതെ ഇരിക്കുവാണെങ്കിൽ ഏറ്റവും സുഖകരമായിട്ടുള്ള ഒരു സമയമാണ്. പക്ഷെ അന്നൊക്കെ ആ സമയത്തൊക്കെ നമുക്കത് ചെയ്തേ പറ്റത്തുള്ളൂ, കാരണം നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. പക്ഷെ ഇന്ന് നേരെ മറിച്ച് എനിക്ക് റെസ്റ്റ് എടുക്കുവോ, എനിക്ക് കുറേ സമയം അനങ്ങാതിരിക്കുവോ, ഒന്നും ചെയ്യാണ്ടിരിക്കുവോ, കയറി കിടന്ന് ഉറങ്ങുമോ, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതാണ് പറയുന്നത്, എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ, കേട്ടിട്ടില്ലേ? അപ്പം ഇപ്പം എൻ്റെ സമയം വലിയ കുഴപ്പമില്ലാത്ത സമയമാണ് കേട്ടോ. ജീവിതത്തിൽ ഈ ചാച്ചൻ്റെയും അമ്മയുടെയും എൻ്റെ കൂടപ്പിറപ്പുകളുടെയും ഒക്കെ കൂടെ ജീവിച്ച് ആ സമയത്ത് കിട്ടിക്കഴിഞ്ഞുള്ള സന്തോഷം, ആ സമയത്ത് കഴിഞ്ഞതിന് ശേഷമുള്ളത് ഇപ്പം എനിക്ക് പിന്നെ വന്നിരിക്കുന്നതിലുള്ളതിൽ ഏറ്റവും നല്ലൊരു സമയമാണ് ഇപ്പം കേട്ടോ. സമാധാനപരമായിട്ട് സന്തോഷമായിട്ട് എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങിയൊക്കെ ഇരിക്കാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരുടെ ആരുടെ കാര്യങ്ങളും നോക്കാനോ ചെയ്യാനോ ഒന്നും പോകാതെ നമ്മൾ സന്തോഷമായിട്ട് ഇങ്ങനെ തന്നെ അങ്ങോട്ട് മുമ്പോട്ട് പോകും. കുഴപ്പമില്ലല്ലോ, എൻ്റെ കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്കെല്ലാം ഇഷ്ടമാണോ? എൻ്റെ കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഞാനപ്പം ഇങ്ങനത്തെ കുറേ വീരകൃത്യങ്ങളുണ്ട് ഞാൻ ചെയ്ത് കൂട്ടിയേക്കുന്നതൊക്കെ. വില്ലത്തിയാണ് കേട്ടോ, വില്ലത്തി. അപ്പോൾ എന്തായാലും ഇടയ്ക്കുള്ളത് വല്ല ദിവസങ്ങളിലൊക്കെ വീഡിയോയ്ക്കകത്ത് ഞാൻ ചെയ്ത് കൂട്ടിയേക്കുന്ന ഓരോ കുഞ്ഞി കഥകളും കാര്യങ്ങളും ഒക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം നമുക്ക് നിർത്തിയാലോ? സമയമായിട്ടുണ്ട്, കുറേ നേരമായില്ലേ നിങ്ങളോട് സംസാരിക്കാൻ തരട്ടെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.